ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലറ്റാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ചിക്കൻ കട്ട്ലറ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 2 വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുകയാണ്. 100 ഗ്രാം ചിക്കൻ, എല്ലില്ലാത്ത ചിക്കനാണ്. അതിന് നമ്മൾ ഉപ്പും മഞ്ഞളും ഒഴിച്ച് വേവിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മുട്ടയുടെ വെള്ളക്കരു, എണ്ണ ആവശ്യത്തിന്, ബ്രെഡ് ക്രംബ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്. സ്റ്റൗ കത്തിച്ച് നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്ന് അതിലേക്ക് നമ്മൾ ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചിക്കനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടതുകൊണ്ട് കുറച്ച് ഉപ്പ് എടുത്താൽ മതി. പിന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിനിടാം. നമുക്ക് ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, ഗരം മസാല, ഇത് 3 കൂടെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ആദ്യം ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് അതിനകത്ത് ഇടാം. നല്ലപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിടാം. ചിക്കൻ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡായി വരും. നമ്മുടെ കട്ട്ലറ്റിന് വേണ്ട കൂട്ട് റെഡിയായിട്ടുണ്ട്. നമുക്കിനി അത് വാങ്ങി വെച്ചാൽ തണുത്തതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാം. നമ്മളതിന് കട്ട്ലറ്റിൻ്റെ മിക്സർ ഉരുളകളാട്ടി എടുക്കാം. നമുക്ക് ആവശ്യമുള്ള സൈസിലെടുക്കാം. ഇതിപ്പോൾ ഞാൻ കൈ കൊണ്ടാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. അച്ചുണ്ടെങ്കിൽ അതും കൂടെ എടുക്കാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ചെടുക്കുന്നവരുണ്ട്. നമ്മൾ ഈ സൈസിൽ പരത്തിയെടുത്തു. ഇനി ഇത് മുട്ടയുടെ വെള്ളക്കരുവിലൊന്ന് മുക്കിയെടുത്ത് ബ്രെഡ് ക്രംബ് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ കട്ട്ലറ്റെല്ലാം പരത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ച് ചീനിച്ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചു. അതിൽ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കട്ട്ലറ്റ് അതിലിട്ട് ഒരു മീഡിയം തീയിൽ ഇടാവ്. ചൂടായതിന് ശേഷം ഒരുപാട് തീയായി കഴിഞ്ഞാൽ ബ്രെഡ് ക്രംബ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. കട്ട്ലറ്റ് മൂത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്.